വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന സയൻസ് പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകത്തിൻ്റെ 2ാം പാർട്ടിലെ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. പഠന സൗകര്യാർത്ഥം പല പാർട്ടുകളായിട്ടാണ് ഇവ ചെയ്യുന്നത്. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ 14ാം പേജിലേക്ക് പോകാം. Each member in the biodiversity of a region has a different role to play. ഈ ജൈവ വൈവിധ്യത്തിലെ ഓരോ മെമ്പർമാർക്കും അതിൻ്റേതായിട്ട് റോളുകൾ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ട്രീസ് പ്രൊവൈഡ് ഫുഡ്. ഉദാഹരണത്തിന്, മരങ്ങൾ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. സസ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് തരുന്നു. ആൻഡ് ഷെൽട്ടർ ടു സം ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. ചില പക്ഷികൾക്കും അതുപോലെ മൃഗങ്ങൾക്കുമൊക്കെ അഭയമരുളുന്നു, അവയ്ക്ക് വാസസ്ഥലമൊരുക്കുന്നു. ആനിമൽസ് ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് സീഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രൂട്ട്സ്. ആനിമൽസ് എന്ത് ചെയ്യുന്നു? ദ ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് സീഡ്സ്, വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. എപ്പോഴാ? ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ അതിൻ്റെ വിത്തുകൾ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് കളയുന്നത് കൊണ്ട് അവ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. ആൻഡ് സോ ഓൺ. അങ്ങനെയാണത് കേട്ടോ. ക്യാൻ യു തിങ്ക് ഓഫ് മോർ സച്ച് എക്സാമ്പിൾസ്? അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ലേ? ദിസ് ഷോസ് ദാറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. ഇതിൻ്റെ അർത്ഥം സസ്യങ്ങളും ജന്തുക്കളും അന്യോന്യം ഡിപ്പെൻഡ് ചെയ്താണ്, അന്യോന്യം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഹൗ ടു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എങ്ങനെയാണ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഗ്രൂപ്പ് ചെയ്യുന്നത്? അത് നമുക്ക് നോക്കാം. ഹൗ വുഡ് യു അറേഞ്ച് യുവർ ബുക്സ് ആൻഡ് നോട്ട് ബുക്സ് ഇൻ ഗ്രൂപ്പ്. എങ്ങനെയാണ് നിങ്ങളുടെ ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഗ്രൂപ്പ് ചെയ്യുന്നത്? വുഡ് അറേഞ്ചിങ് ദം ഇൻ ഗ്രൂപ്പ്സ് ഹെൽപ്പ് ടു ബെറ്റർ ഓർഗനൈസ് യുവർ സ്കൂൾ ബാഗ്. അവ നന്നായിട്ട് അറേഞ്ച് ചെയ്താൽ നിങ്ങളുടെ സ്കൂൾ ബാഗും ശരിയായി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നൗ ലെറ്റ് us ലുക്ക് അറ്റ് ദ വേൾഡ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെയൊക്കെ ശ്രദ്ധിച്ചേ, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. വി ആർ സറൗണ്ടഡ് ബൈ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, അല്ലേ? വി ക്യാൻ ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് ദം. നമുക്ക് വേണ്ടി ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? സാജാത്യങ്ങളുടെയും വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കളക്ട് പിക്ചേഴ്സ് ഓഫ് വേരിയസ് അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഒരുപാട് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. കട്ട് ദർ പിക്ചേഴ്സ് ഫ്രം ഓൾഡ് മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ചാർട്ട്സ് ആൻഡ് അതർ സോഴ്സസ്. അവയുടെ പടങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. മാഗസിൻസിൽ നിന്നും ന്യൂസ് പേപ്പറിൽ നിന്നും ചാർട്ടിൽ നിന്നൊക്കെ. പേസ്റ്റ് ഈച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ് ഓൺ എ ഡിഫറൻറ്റ് കാർഡ്. ഓരോ കാർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഡിവൈഡ് യുവർ ക്ലാസ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 5 to 6 സ്റ്റുഡൻസ് ഈച്ച്. നിങ്ങളുടെ ക്ലാസ്സിനെ 5 or 6 കുട്ടികളുള്ള ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് തിരിക്കണം. പൂൾ ദ കാർഡ്സ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ യുവർ ഗ്രൂപ്പ്. നിങ്ങളുടെ ഗ്രൂപ്പിലെ കുട്ടികൾ കൊണ്ടുവന്ന ചിത്രങ്ങളൊക്കെ ഒന്നിച്ച് വയ്ക്കണം. ഒബ്സർവ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഷോൺ ഓൺ ദ കാർഡ്സ്. അപ്പോൾ ആ കാർഡുകൾ കാണുന്ന പിക്ചറുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. റീകോൾ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് യു ഹാവ് ലിസ്റ്റഡ് ഇൻ. നമ്മൾ ലിസ്റ്റ് ചെയ്ത നേരത്തെ ലിസ്റ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഗ്രൂപ്പ് ദം ഓൺ ദ ബേസ് ഓഫ് കോമൺ ഫീച്ചേഴ്സ്. പ്രധാനപ്പെട്ട കോമൺ ആയിരിക്കുന്ന പൊതുവായ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ഗ്രൂപ്പ് ചെയ്യണം. ഷെയർ ആൻഡ് ഡിസ്കസ് ദ ബേസിസ് ഓഫ് ഗ്രൂപ്പിംഗ് യു ഹാവ് മെയ്ഡ് വിത്ത് അതർ ഗ്രൂപ്പ്സ് ഇൻ യുവർ ക്ലാസ്. മറ്റുള്ളവരും എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗ്രൂപ്പ് ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുക. യു വിൽ ബി സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദ ബേസിസ് യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഹാവ് ഇറ്റ് മേ വേരി. ഓരോരുത്തരും ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന് കാണാം. ഓരോരുത്തരുടെയും ഗ്രൂപ്പിങ്ങിൻ്റെ അടിസ്ഥാനം വ്യത്യസ്തമാണ്. വാട്ട് യു തിങ്ക് ആർ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിന് കാരണം എന്താണ്? ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് മൈറ്റ് ഹാവ് ചോസൻ ഡിഫറെൻറ്റ് കോമൺ ഫീച്ചേഴ്സ് ഫോർ ഗ്രൂപ്പിംഗ്. ഓരോരുത്തരും ഗ്രൂപ്പ് ചെയ്യാണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും എടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സം സ്റ്റുഡൻസ് മേ ഹാവ് ചോസൻ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്സ്. ചെടികളുടെ ഉയരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലർ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. വൈൽ അതേഴ്സ് മൈറ്റ് ഹാവ് ചോസൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫ്ലവേഴ്സ്. പക്ഷേ മറ്റ് ചിലർ ചൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ്
ഫ്ലവേഴ്സ് ഓർ പ്രസൻസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പൂക്കൾ ഉള്ള ചെടികളാണോ അതോ പൂക്കൾ ഇല്ലാത്ത ചെടികളാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വേറൊരു ഗ്രൂപ്പ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോരുത്തരും തരംതിരിവ് നടത്തിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് നമുക്ക് നോക്കാം. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുണ്ടോ പൂക്കളില്ലയോ എന്നുള്ള രീതിയിലായിരിക്കാം ചിലർ തരംതിരിക്കുന്നത്. വേറെ ചിലർ ചെയ്തിരിക്കുന്നു ഹാർഡസ്റ്റ് ഓർ സോഫ്റ്റ് സ്റ്റെം, കട്ടിയുള്ള തടിയാണോ കട്ടി കുറഞ്ഞ തടിയാണോ എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കാം മറ്റു ചിലർ തരംതിരിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കൂട്ടരോ ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, പ്ലേസ് ദ ലീവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വേറൊരു ഗ്രൂപ്പ് തരംതിരിച്ചിരിക്കുന്നത്. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഇവർ തരംതിരിച്ചിരിക്കുന്നത്. യു മേ ഹാവ് എ ഗ്രൂപ്പ് ആനിമൽസ് ബേസ്ഡ് ഓൺ വേരിയസ് ഫീച്ചേഴ്സ്. ആനിമൽസിനെ നമ്മൾ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുക. സച്ച് ആസ് വാട്ട് ദേ ഈറ്റ്, അവ എന്ത് ആണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. വെയർ ദേ ലീവ്, എവിടെയാണ് അവർ ജീവിക്കുന്നത്. വാട്ട് കളർ ദേ ആർ, അവർ ഏത് നിറത്തിലുള്ളതാണ്. ആൻഡ് ഹൗ ദേ മൂവ്, അവ സഞ്ചരിക്കുന്ന രീതി എന്താണ്. ഇപ്രകാരമുള്ള ആലോചനകളിലൂടെയാണ് നാം അവരെ ഗ്രൂപ്പ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പിംഗ്, ഈ ഗ്രൂപ്പിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്. ഗ്രൂപ്പിംഗ് മേക്സ് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ആൻഡ് സ്റ്റഡി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റീസ്, സാജാത്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അവയെപ്പറ്റി പഠിക്കുവാൻ സാധിക്കും. അതതിൻ്റെ കാര്യം. ഹൗ ടു ഗ്രൂപ്പ് പ്ലാന്റ്സ്, എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. യു മസ്റ്റ് ഹാവ് എ നോട്ടീസ് ദാറ്റ് പ്ലാന്റ്സ് ഷോ വേരിയേഷൻ ഇൻ ദ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു സ്റ്റെംസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് മോർ. യു മസ്റ്റ് ഹാവ് എ നോട്ടീസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് പ്ലാന്റ്സ് ഷോ വേരിയേഷൻ ഇൻ ദ ഫീച്ചേഴ്സ്, ചെടികൾ അവയുടെ വൈവിധ്യങ്ങൾ കാണിക്കുന്നു. റിലേറ്റഡ് ടു സ്റ്റെംസ്, ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്, ചെടികളുടെ തണ്ടിൻ്റെ കാര്യത്തിൽ, തണ്ട് മീൻസ് തടി, തണ്ടിൻ്റെ കാര്യത്തിൽ പൂക്കളെ അടിസ്ഥാനമാക്കി ആൻഡ് മോർ, അതുപോലെ പല കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കി നമ്മളതിനെ അവയ്ക്ക് വൈവിധ്യങ്ങളുണ്ട്. ദ സ്റ്റെംസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് മേ വേരി ഇൻ തിക്നെസ്, വ്യത്യാസപ്പെട്ട മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ തണ്ടുകളൊക്കെ വ്യത്യാസമുള്ളവയായിരിക്കാം. ദേ മേ വേരി ഇൻ തിക്നെസ്, അവയുടെ തിക്നെസ് അനുസരിച്ച്. ഹൈറ്റ് ആൻഡ് ഹാർഡ്നെസ്, ഉയരത്തിൻ്റെയും അതുപോലെ അതിൻ്റെ കാഠിന്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് തരംതിരിക്കാം. വൈൽ ദ ലീവ്സ് വേരി ഇൻ ഷേപ്പ്, ഇലകളാണെങ്കിലോ അവയുടെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടായിരിക്കാം. കളർ, സൈസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്, അവയുടെ നിറം, അവയുടെ വലിപ്പം, അവയുടെ അറേഞ്ച്മെൻറ്റ്, സ്റ്റെമ്മിൽ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് വിഭജിക്കാം, ഇല്ല തരംതിരിക്കാം. യു മൈറ്റ് ഹാവ് ട്രൈഡ് ഗ്രൂപ്പിംഗ് ദ പ്ലാന്റ്സ് ഇൻ ആക്ടിവിറ്റി 2.3 യൂസിങ് വൺ ഓഫ് ദീസ് ഫീച്ചേഴ്സ്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾ അതിനെ തരംതിരിച്ചിരിക്കുക. യു മൈറ്റ് ഹാവ് ഓൾസോ ലേൺഡ് ഇൻ ഏർലി ക്ലാസ്സസ്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കാം, ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. മരങ്ങളെ നമുക്ക് ഹെർബ് എന്നും ഷ്രബ് എന്നും ട്രീസ് എന്നും തരംതിരിക്കാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ലെറ്റ് us സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ മോർ ഡീറ്റെയിൽ. നമ്മൾക്ക് അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ആൻഡ് ഗ്രൂപ്പ് ദം ഓൺ ദാറ്റ് ബേസിസ്, അങ്ങനെ നമുക്കതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ആക്ടിവിറ്റി ലെറ്റ് us ഗ്രൂപ്പ്, നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ലെറ്റ് us ഗോ ഓൺ എ നേച്ചർ വോക്ക് നടത്തുക. ഫോർ സം മോർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ്, നല്ല ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുക. ലുക്ക് ക്ലോസ്ലി അറ്റ് ദ ഹൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, പല വ്യത്യസ്തങ്ങളായ ചെടികളുടെ ഉയരങ്ങൾ നോക്കുക. ആർ ദീസ് പ്ലാന്റ്സ് ഷോർട്ടർ ദാൻ യു, അവ നിങ്ങളെക്കാൾ പൊക്കം കുറഞ്ഞവയാണോ. ആസ് ടോൾ ആസ് യു, നിങ്ങളുടെ അത്ര ഉയരമുള്ളവയാണോ. ഓർ ടോളർ ദാൻ യു, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉയരമുള്ളവയാണോ എന്ന് നോക്കുക. ഈസ് ദ സ്റ്റെംസ് ബ്രൗൺ ഓർ ഗ്രീൻ, ബ്രൗൺ നിറത്തുള്ള തണ്ടാണോ അതോ പച്ച നിറമുള്ള തണ്ടാണോ എന്ന് നോക്കുക. ടച്ച് ആൻഡ് ഫീൽ ദ സ്റ്റെംസ് ആൻഡ് ട്രൈ ടു ബെൻഡ് ദം ജെന്റ്ലി, നിങ്ങളതിനെ ഒന്ന് തൊട്ട് നോക്കുക, ഒന്ന് വളയ്ക്കാൻ നോക്കുക. ക്യാൻ യു ബെൻഡ് ദ സ്റ്റെം ഈസിലി ഓർ ഇസ് ഇറ്റ് സ്റ്റിഫ്, എളുപ്പം നിങ്ങൾക്ക് വളയ്ക്കാൻ പറ്റുന്നുണ്ടോ അതോ അത് വളയ്ക്കാൻ പറ്റാത്ത സ്റ്റിഫായിട്ടുള്ളവയാണോ എന്നറിയുക. ടേക്ക് കെയർ ദാറ്റ് ദ സ്റ്റെംസ് ഡു നോട്ട് ബ്രേക്ക്, തണ്ട് പൊടിയാതെ നോക്കണേ. ഓൾസോ ഒബ്സർവ് ഫ്രം വേർ ദ ബ്രാഞ്ചസ് ഓഫ് ദ പ്ലാന്റ്സ് റൈസ്, ഈ ചെടികളുടെ ബ്രാഞ്ചസൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്ന നോക്കുക. ഫിൽ ഇൻ
യുവർ ഒബ്സർവേഷൻ, നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ എഴുതി ചേർക്കുക. എവിടെയാ? 2.3 ടേബിളിൽ. എ ഫ്യൂ എക്സാമ്പിൾസ് ആർ ഓൾറെഡി ഗിവൺ. ചില എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം കേട്ടോ. ഗ്രൂപ്പിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദർ ഹൈറ്റ് ആൻഡ് നേച്ചർ ഓഫ് സ്റ്റെം. ഇപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് നാം കാണുന്നത് ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും തടിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കേട്ടോ. അത് എങ്ങനെ കൊടുത്തിരിക്കുന്ന ഒന്ന് സീരിയൽ നമ്പറുണ്ട്, നെയിം ഓഫ് ദ പ്ലാന്റ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, നേച്ചർ ഓഫ് സ്റ്റെം ഉണ്ട്, അപ്പിയറൻസ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്, നെയിം ഓഫ് ദ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് പല രീതിയിലാണ്. ഷോർട്ട് ഉണ്ട്, മീഡിയം ഉണ്ട്, ടോൾ ഉണ്ട്. നേച്ചർ ഓഫ് ദ സ്റ്റെം ഗ്രീനോ ബ്രൗൺ ആണോ, ടെൻഡർ ആണോ, ഹാർഡാണോ, തിക്കാണോ, തിന്നാണോ എന്നുള്ള അടിസ്ഥാനത്തിലൊക്കെ. അപ്പിയറൻസ് എങ്ങനെയാണ്? ക്ലോസ് ദ ഗ്രൗണ്ട് ആണോ, നിലത്തോട് പറ്റയാണോ, അതോ ഹയർ അപ്പ് ദ ബ്രാഞ്ച് സ്റ്റെം ആണോ എന്നൊക്കെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം, നോക്കാം. ഒന്ന് മാംഗോ, മാവ്. മാങ്ങ ഉണ്ടാകുന്ന മാവാണ്. അത് നല്ല ടോളാണ്. അപ്പോൾ അതിന് ടോളിൻ്റെ കൂട്ടത്തിൽ അതിന് ടോളെന്ന് എഴുതണം. ഹൈറ്റിൻ്റെ കാര്യത്തിൽ ടോളെന്ന് എഴുതണം. നേച്ചർ ഓഫ് ദ സ്റ്റെം അത് ബ്രൗൺ ആണ്, ബ്രൗൺ കളറാണ്. പുറത്ത് നോക്കുക അല്ലേ, നല്ല കട്ടിയുള്ള തടി, ഹാർഡാണ്, തിക്കാണ്, നല്ല വണ്ണമുണ്ട്. അതുപോലെ തന്നെ ക്ലോസ് ദ ഗ്രൗണ്ട് അല്ല, അപ്പിയറൻസ് ഓഫ് ബ്രാഞ്ചസ് ഫ്രം ക്ലോസ് ദ ഗ്രൗണ്ട് എന്നല്ല, നിലത്തോട് ചേർന്നല്ല ശാഖകൾ വരുന്നത്, മരത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നാണല്ലേ. ഹയർ അപ്പ് ദ സ്റ്റെം ആണ്, അതിന് യെസ് എന്ന് പറയുക. നെയിം ഓഫ് പ്ലാന്റ് ഗ്രൂപ്പ് ട്രീ, അത് ട്രീയിൽപ്പെടുന്ന മരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, മരങ്ങൾക്ക് നല്ല പൊക്കമുണ്ട്, തടിക്ക് മിക്കവാറും നല്ല ബ്രൗൺ നിറമൊക്കെ ആയിരിക്കും. മാവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാത്തിനും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. ഹാർഡ് സ്റ്റെമ്മാണ്, തിക്ക് സ്റ്റെമ്മാണ് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാം. ഇനി റോസ് നോക്കിക്കേ, റോസ് ഒരു കുറ്റിച്ചെടിയാണ്. ഇപ്പോൾ റോസിൻ്റെ കാര്യം നോക്കാം. നെയിം ഓഫ് ദ പ്ലാന്റ് റോസ്. ഹൈറ്റ് മീഡിയം സൈസാണ്, വലിയ പൊക്കമൊന്നുമില്ല, വലിയ ഭയങ്കര പൊക്കമല്ല അല്ലേ. അപ്പോൾ മീഡിയം സൈസാണ്. കളർ ഓഫ് ദ സ്റ്റെം ബ്രൗൺ ആണ്, ഹാർഡ് സ്റ്റെമ്മാണ്. തിക്ക് ഓർ തിന്നാണോ? അത് തിന്നാണ് അല്ലേ. റോസയുടെ കമ്പ് കൊണ്ട് നമുക്ക് അറുത്ത് തടിയൊന്നും ഉരുപ്പടിയൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. സോ ദേ ആർ തിൻ. ക്ലോസ് ദ ഗ്രൗണ്ടാണ്, യെസ്. ശാഖകളൊക്കെ താഴെ നിന്ന് ഭൂമിയുടെ അല്പ ഉയരത്തിൽ വെച്ച് ശാഖകളൊക്കെ ഉണ്ടാവും. ദെൻ ഹയർ അപ്പ് ദ ഗ്രൗണ്ട് അല്ല. നെയിം ഓഫ് ദ ഗ്രൂപ്പ് ഷ്രബ്. അപ്പോൾ അത് ഷ്രബാണ് അല്ലേ. അപ്പോൾ അവയെ കുറ്റിച്ചെടികളുടെ കൂട്ടത്തിൽപ്പെടുത്താം. ടൊമാറ്റോ മീൻസ് തക്കാളി. ഹൈറ്റ് ഷോർട്ടാണ്, ഷോർട്ട് സ്റ്റെമ്പാണ്, പൊക്കം കുറഞ്ഞ തണ്ടുകളാണ്. പിന്നെയോ നേച്ചർ എങ്ങനെയാണ്? ഗ്രീൻ കളറുള്ള സ്റ്റെമ്മാണ്, ടെൻഡർ സ്റ്റെമ്മാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് സ്റ്റെമ്മാണ്. കൈ കൊണ്ട് ഞെക്കിയാലൊന്ന് ചതഞ്ഞു പോവും, അതാ ടെൻഡർ സ്റ്റെം. പിന്നെയോ തിന്നാണ്, കനം കുറഞ്ഞവയാണ്, കട്ടി കുറഞ്ഞവയാണ്, വളരെ വണ്ണം കുറഞ്ഞവയാണ്. അതാ ഈ തിന്നെന്ന് പറയുന്നത്, വണ്ണം കുറഞ്ഞവയാണ്. ക്ലോസ് ദ ഗ്രൗണ്ടാണ് ശാഖകളൊക്കെ പുറപ്പെടുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി അത് ഹെർബിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്നവയാണ്. ഇപ്രകാരം നമുക്ക് സസ്യജാലങ്ങളെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്ട് ഡിഫറൻസസ് ഡു യു ഒബ്സർവ് എമംഗ് ഹെർബ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾ ഇവയിൽ കണ്ടത്? ഹൗ ക്യാൻ യു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആസ് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്? ചെടികളെ ഹെർബായിട്ടും ഷ്രബായിട്ടും ട്രീസായിട്ടും വേർതിരിച്ചത് എങ്ങനെയാണ്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റേർഡ് ഇൻ ടേബിൾ 2.3. ഈ ടേബിൾ 2.3യിൽ എങ്ങനെയാണ് ഇവ ചാർട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സം പ്ലാന്റ്സ് ഗ്രോ റിയലി ടോൾ. ചില മരങ്ങളൊക്കെ ചെടികളൊക്കെ നല്ല ശരിക്കും പൊക്കത്തിൽ അങ്ങ് വളരും. ഫോർ എക്സാമ്പിൾ ടീക്ക്, മാംഗോ, കോക്കനട്ട്, ഓൾ ദസ് ദേ ഹാവ് ഹാർഡ് തിക്ക് ബ്രൗൺ ആൻഡ് വുഡി സ്റ്റെംസ്. അവയ്ക്ക് കട്ടി കൂടിയ നല്ല ബ്രൗൺ നിറമുള്ള വുഡി സ്റ്റെംസ് ഉണ്ട്, നല്ല തടിയൊക്കെ കിട്ടുന്നത്. ദ ബ്രാഞ്ചസ് ടിപ്പിക്കലി സ്റ്റാർട്ട് ഹയർ അപ്പ് അറ്റ് ദ സ്റ്റെം. മരങ്ങളുടെ ഉയരങ്ങളിലാണ് ശിഖരങ്ങൾ കാണുന്നത്. അങ്ങനെയും ആൻഡ് അവേ ഫ്രം ദ ഗ്രൗണ്ട്, നിലത്തിൽ നിന്നൊക്കെ ഉയരത്തിലാവയ്ക്ക് ശാഖ ഉണ്ടാകുന്നതേ, ബ്രാഞ്ചസ് ഉണ്ടാകുന്നതേ. ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. അങ്ങനെ ആകുമ്പോൾ ട്രീസാണ് നമ്മൾ അറിയുന്നത്. ഫോർ എക്സാമ്പിൾ മാംഗോ ട്രീ, ഉദാഹരണം മാവ്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.